CMRലുമായുള്ള ഇടപാടുകൾ സുതാര്യവും നിയമപ്രകാരവുമെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ. കരാർ പ്രകാരമുള്ള പണം കൈമാറ്റമാണ് നടന്നത്. എക്സാലോജിക് ബിനാമി കമ്പനിയാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും വീണ പറയുന്നു. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വീണയുടെ ഈ വിശദീകരണമുള്ളത്. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, വലിയ ആരോപണങ്ങൾ, എത്രയോ കാലങ്ങളായി ചർച്ചകൾ നടന്നതാണ്. അതിലുള്ള പ്രതികരണമാണ് ഈ സത്യവാങ്മൂലത്തിൽ. എല്ലാം അപ്പാടെ നിഷേധിക്കുകയാണ്. ദിവിഷ്, ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് MR അജയൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഈ CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട തനിക്ക് എന്ത് പറയാനുണ്ട് എന്നത് ആദ്യമായി ഒരു രേഖാമൂലം ഒരു കോടതിയിൽ തന്നെ മറുപടി നൽകുന്നത് സംഭവം എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ പൂർണ്ണമായും നിയമപരമാണ് എന്നതാണ് ടി വീണ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കരാർ പ്രകാരമുള്ള ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. തങ്ങൾ, അതായത് എക്സാലോജിക് കമ്പനി CMRന് IT സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. IT സേവനങ്ങൾക്കുള്ള പ്രതിഫലം കരാർ പ്രകാരം ലഭിച്ചിരിക്കുന്നത് ബാങ്ക് വഴിയാണ്. ഇതിന്റെ മുഴുവൻ റിട്ടേണുകളും, ഇൻകം ടാക്സ് റിട്ടേണുകൾ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അതായത് നിയമപ്രകാരം, കരാർ പ്രകാരം നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് ഇതെന്നാണ് അവരുടെ വിശദീകരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇത് ഇല്ലാത്ത സേവനത്തിനുള്ള പണം കൈമാറ്റം എന്നതാണ് ആരോപണമെന്നുള്ളത്. ആ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശം അത് തന്റെ ഭാഗം കേൾക്കാതെയാണ് എന്ന വിശദീകരണം കൂടി അവർ നൽകുകയാണ്. ഇപ്പോൾ SFIOയുടെ അന്വേഷണവുമായി അവർ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി വീണ ഈ എതിർ സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നുണ്ട്. SFIOയുടെ മുഴുവൻ കേസോ അല്ലെങ്കിൽ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നപ്പോൾ മുതൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് ശരിയാണ്, ഇത് കരാർ പ്രകാരം പാർട്ടി തന്നെ വിശദീകരിച്ചതുപോലെ രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപ്രകാരം നടത്തുന്ന സുതാര്യമായ ഇടപാട് എന്ന നിലയ്ക്ക് തന്നെ വിശദീകരിക്കുമെങ്കിലും പ്രതിപക്ഷം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തു സേവനം എന്നുള്ളതാണ്. ഈ എന്തു സേവനം എന്നതിൽ എക്സാലോജിക്ക് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണം. സത്യവാങ്മൂലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണങ്ങളുണ്ടോ? മാധു, എന്തൊക്കെ സേവനങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നത് അക്കമിട്ട് നിരത്തുന്നില്ല എങ്കിലും IT സേവനം കൃത്യമായും നൽകിയിട്ടുണ്ട്. അത് അവർ ഈ എതിർ സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി എന്ത് IT സേവനമാണ് വീണയുടെ കമ്പനി നൽകിയിരിക്കുന്നത് എന്ന് വിശദീകരിക്കേണ്ടത് CMRലാണ്. CMRൽ എതിർ സത്യവാങ്മൂലം വരുമ്പോഴാണ് അവർ അക്കാര്യത്തിൽ വിശദീകരണം നൽകുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട ആരോപണം ഇല്ലാത്ത സേവനത്തിന് പണം നൽകുന്നതിലൂടെ മറ്റ് ചില ഇടപാടുകളാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണമാണ്. അത് പൂർണ്ണമായും തള്ളുകയാണ് വീണ ചെയ്യുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയും ഈ കേസിൽ എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ എതിർ സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് തനിക്ക് ഈ കരാറുകളുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ല, രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, മകളുടെ ബിസിനസ്സിൽ താൻ ഇടപെടാറില്ല. അതോടൊപ്പം തന്നെ CMRL എന്ന സ്ഥാപനത്തിന് ഒരു തരത്തിലും അനധികൃതമായി ഒരു കാര്യവും ഈ സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അനാവശ്യമായി, അടിസ്ഥാനരഹിതമായി, തെളിവില്ലാത്ത ആരോപണങ്ങളാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലത്തിലുള്ളത്. അതിന് പിന്നാലെയാണ് മകൾ വീണയുടെ സത്യവാങ്മൂലവും വരുന്നത്. അവർ പറയുന്നത് ഈ IT സേവനത്തിനുള്ള പ്രതിഫലമാണ് താൻ കൈപ്പറ്റിയിരിക്കുന്നത്. അത് കൃത്യമായും ബാങ്ക് വഴിയാണ് ആ പണം കൈമാറിയിരിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേണിൽ തനിക്ക് കിട്ടിയ പണത്തിന്റെ വിശദീകരണം കൃത്യമായും നിയമപ്രകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ഹർജിക്കാരൻ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് അവരുടെ നിലപാട്. താൻ വിദ്യാസമ്പന്നയായ ഒരു യുവതിയാണ്, താൻ IT മേഖലയിൽ ഒരു പ്രൊഫഷണലാണ്, ഈ സ്ഥാപനം തുടങ്ങുന്നു. ഈ എക്സാലോജിക് കമ്പനി കോവിഡ് കാലത്താണ് പൂട്ടിപ്പോയത് എന്നതാണ് അവർ പറയുന്നത്. ഈ അഡ്രസ് കൃത്യമായും ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട നേരത്തെ ROC അവർക്ക് 1 ലക്ഷം രൂപയുടെ പിഴ ചുമത്തിയ കാര്യത്തിലും അവർ വിശദീകരണം നൽകുന്നുണ്ട്. അന്ന് കോവിഡ് കാലത്ത് ഈ കർണാടക സർക്കാരിന്റെ ചില മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ആ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാതെ പോയത്. ആ സമയത്ത് അതിന് അപ്പീൽ നൽകുകയും അത് ഈ 1 ലക്ഷം രൂപ പിഴയുന്നത് 20,000 രൂപയായി കുറച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ AKG സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചുവെന്ന ആരോപണവും അവർ തള്ളിക്കളയുകയാണ്. ആ ആരോപണത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം എന്നത് AKG സെന്ററിനെ ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നതാണ്. ആ ആരോപണം അവർ പൂർണ്ണമായും
ഈ എതിർ സത്യവാങ്മൂലത്തിൽ തള്ളിക്കളയുക കൂടി ചെയ്യുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലം കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ സത്യവാങ്മൂലം വന്നിരിക്കുന്നു. ഇനി CMRന്റെയും കേന്ദ്ര സർക്കാർ ഏജൻസികളുടെയുമാണ് ഇനി പ്രധാനമായും കോടതിയിലേക്ക് സത്യവാങ്മൂലം വരാനുള്ളത്. ഈ മുഖ്യമന്ത്രിയും മകളും ഈ കേസിൽ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടെന്നത്, നേരത്തെ ഇതേ ആക്ഷേപങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വിജിലൻസ് പ്രത്യേക കോടതിയും ഹൈക്കോടതിയും തെളിവില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞതാണ്. രണ്ട് വ്യക്തികൾ നൽകിയ വ്യത്യസ്ത ഹർജികൾ തള്ളിക്കളഞ്ഞതാണ്. ആ ഉന്നയിക്കപ്പെട്ട കോടതി മുൻപാകെ എത്തിയ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് പുതിയ ഒരു ആരോപണവും ഇപ്പോൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്ന MR അജയന് ഹാജരാക്കാനും കഴിഞ്ഞിട്ടില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണ്. CMOയുടെ ഇടപെടൽ ഉണ്ടായോ, അഴിമതി ഉണ്ടായോ എന്ന കാര്യത്തിലായിരുന്നില്ലേ? അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലേ ആ കേസ് തള്ളിപ്പോകുന്നത്? ഇത് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? അതെ, അതിനവർ നൽകുന്ന ഒരു വിശദീകരണം എന്നത് SFIO നിലവിൽ ഇതിൽ അന്വേഷണം നടത്തി. അവർ ആ അന്വേഷണവുമായി സഹകരിച്ചു. അതിന്റെ ഭാഗമായി SFIO അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നൊരു വാദം എന്നത്, ഈ മറുപടിക്കൊപ്പം തന്നെ എല്ലാ രേഖകളും SFIOക്ക് ഹാജരാക്കുകയും ചെയ്തു. SFIയുടെ അന്വേഷണം പൂർത്തീകരിച്ചു. അതിനൊപ്പം മറ്റൊരു പാരലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ആ ഹർജിയിൽ മറ്റു ചില ആരോപണങ്ങളും കൂടി കൊണ്ടുവന്ന് അത് കൂട്ടിക്കെട്ടി മറ്റൊരു റോവിംഗ് എൻക്വയറിക്ക് വേണ്ടിയുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഈ ഹർജിക്കാരൻ തേടുന്നത്. അത് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പ്രകാരം തന്നെ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഹർജി തള്ളണം, CBI അന്വേഷണം എന്ന ആവശ്യം നിരാകരിക്കണം എന്നതാണ് മുഖ്യമന്ത്രിയുടെ മകൾ TV ഈ ഹർജി, ഈ എതിർ സത്യവാങ്മൂലത്തിലൂടെ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശരി, ബിനിലാണ് വിശദമായ വിവരങ്ങൾ. വീണ